മണിപ്പൂര് ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിക്ക് ഒരു സംശയം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാര്യം മണിപ്പൂര് ഇതുവരെ അദ്ദേഹം പോയില്ല. മണിപ്പൂരിലെ ഈ കലാപം അമർച്ച ചെയ്യുന്നതിന് പകരം അദ്ദേഹം ഇന്റർനാഷണൽ വിഷയങ്ങളാണ്, അന്താരാഷ്ട്ര വിഷയങ്ങളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുക്രൈന് റഷ്യയായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി യുക്രൈനിന് പോയി കേട്ടോ, ഇത് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് റഷ്യൻ പ്രധാനമന്ത്രി പോയി കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടായതാണ്. അപ്പോൾ ഇത് യുക്രൈൻ്റെ യുദ്ധം, എന്നാൽ ഇവിടെ കിടക്കുന്ന പാവങ്ങൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ചല്ല. ഇപ്പൊ വീണ്ടും അദ്ദേഹം പോയേക്കുന്നത് എവിടെ നിന്നറിയാം? ബ്രൂണയിലേക്ക് കേട്ടോ. പിന്നെ വേറെ ഏതോ ഒരു രാജ്യം കൂടെ സന്ദർശിക്കാനായിട്ട് ഇപ്പോൾ പോയിട്ടുണ്ട്. അവിടെ ഇത് അവരുമായിട്ടുള്ള സഹകരണത്തിന് വേണ്ടിയാണ് അവിടെ പോയിരിക്കുന്നത്. ബ്രൂണയിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിട്ടുണ്ട്. ബ്രൂണ സുൽത്താൻ ഭരിക്കുന്ന രാജ്യമാണ്, രാജഭരണമുള്ള സ്ഥലമാണ്, അവിടോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇത് ഈ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ അതിനു വേണ്ടി നടക്കുമ്പോൾ ആദ്യം വിചാരിക്കണം, അവനവൻ്റെ വീട് നന്നാക്കിയിട്ട് വേണ്ടേ നാട് നന്നാക്കാൻ. വീടാകെ നന്നാകട്ടെ എന്നൊന്നും കരുതണ്ടേ. ഈ മണിപ്പൂർ എന്ന് പറയുന്നത് അവിടെ ഒരു നല്ല സംസ്ഥാനം നശിച്ചു. അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടായി കഴിഞ്ഞു. കാരണം അവരുടെ മനസ്സുകൾ അകന്നുപോയി രണ്ട് വിഭാഗങ്ങളെ. അവരെ ഒന്ന് കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു മാർഗം ഏതെങ്കിലും സമവായത്തിലൂടെ അത് ചെയ്യുക. അതിന് പകരം ഉക്രൈനിൽ പോയിട്ട് എന്താ കാര്യം? ബുൾഡോസർ രാഷ്ട്രീയം. അതിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ UPയിലെ മുഖ്യമന്ത്രിയാണ്. ബുൾഡോസർ രാഷ്ട്രീയമായിട്ട് വന്നു. കാരണം എന്താ, അവിടെ ആരെങ്കിലും ഒരു ക്രൈം ചെയ്തതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലിഗേഷൻ അങ്ങ് പറയും, അതൊരു പ്രത്യേക മതവിഭാഗത്തിന് ചൂണ്ടിയാണ് എന്ന്. അതിനുശേഷം ചെയ്യുന്ന പണി എന്താ? ബുൾഡോസർ കയറ്റി അവരുടെ വീട് അങ്ങ് നശിപ്പിക്കുക, പിടിച്ചു കളയുക. ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വീടുകൾ അങ്ങനെ നശിപ്പിച്ചെന്നറിയാവും. മുസാഫർപൂറിലാണെങ്കിൽ ധാരാളം വീടുകളാണ് ഇതുപോലെ നശിപ്പിച്ചത്. ചോദിക്കാനും പറയാനും ആരുമില്ല. കാരണം പണത്തിന് മീതെ പരുന്തം പറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അധികാരത്തിന് മീതെ ഒരു പരുന്തം പറക്കത്തില്ല, അതാ കാര്യം. അപ്പോൾ ഈ ബുൾഡോസർ രാഷ്ട്രീയം അങ്ങോട്ട് കൊണ്ടുവന്നു. അവിടെ അതുപോലെ ധാരാളം ആരെങ്കിലും ഒരു ക്രിമിനൽ കേസ് ഒരുത്തൻ്റെ പേരിൽ അങ്ങ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിട്ട് അവൻ്റെ ആ വീട് പോയി ബുൾഡോസർ കയറ്റി ഇടിക്കുക. എന്നിട്ട് അവസാനം പറയുന്നത് എന്താ? ബുൾഡോസർ ഇടിച്ചതിന് ശേഷം പറയുന്നത് കലാപത്തിന് ആഹ്വാനം നൽകി ഒന്ന്, അല്ലെങ്കിൽ വേറെ ഒരു കാര്യം, അനുമതിയില്ലാതെ സ്ഥലം കയ്യേറി വീട് വെച്ചത്. വർഷങ്ങളായിട്ട് അവർ താമസിക്കുന്ന വീടാണ് കേട്ടോ. അനുമതിയില്ലാതെ അതിന് നിയമപരമായിട്ട് വേണ്ടേ അത് ഇടിക്കാനല്ലാതെ ചുമ്മാ കയറി അനുമതിയില്ലാതെ വീട് വെച്ചെന്നും പറഞ്ഞ് ഒരുത്തൻ്റെ വീട് കയറി ഇടിക്കാൻ ഈ രാജ്യത്ത് ഏതെങ്കിലും നിയമമുണ്ടോ? സുപ്രീം കോടതി പോലും ആ വാദം ശ്രീ തുഷാർ മേത്ത ഉന്നയിച്ചതായിട്ട് കാണുന്നു കേട്ടോ, UP ഗവൺമെന്റിന് വേണ്ടി. അതായത് UP ഗവൺമെന്റ് ഒരു വീടും ബുൾഡോസർ വെച്ച് ഇടിക്കുന്നില്ല. അതായത് ഒരു ക്രിമിനൽ കേസ് പ്രതിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അന്വേഷണം നടത്തി തെളിവെടുക്കുന്നതിന് പകരം ചെയ്തേക്കുന്ന അതിൻ്റെ വീട് ഇടിക്കുന്നത്, അതെങ്ങനെ ഇടിക്കും എന്ന് സുപ്രീം കോടതി വെച്ചോ പറഞ്ഞു. അങ്ങനെ ഒരു വീടും ഇടിക്കുന്നില്ല, നിയമവിരുദ്ധമായി നിർമ്മിച്ച വീടാണ് ഇടിക്കുന്നതെന്നാണ് അങ്ങ് പറഞ്ഞാൽ പോരെ. നിയമവിരുദ്ധമായി ഒരു വീട് നിർമ്മിച്ചെന്ന് ഇരിക്കട്ടെ ഒരാൾ, അത് ഇടിക്കണമെങ്കിൽ അത് നിയമപരമായ മാർഗത്തിലൂടെ ഇടിക്കാൻ പറ്റുള്ളൂ, അല്ല ചുമ്മാ കയറി അങ്ങ് ഇടിക്കാൻ പറ്റുമോ? അത് നിയമപരമാണോ അല്ലയോ എന്ന് പരിശോധിക്കണ്ടേ. ഇത് വർഷങ്ങൾ പഴക്കമുള്ള വീടാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്, പാവങ്ങൾ താമസിക്കുന്ന വീട്. അത് അയാൾ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളായിപ്പോയി, ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളായിപ്പോയി എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അവൻ്റെ വീട് ഇടിക്കുന്നത്. അതിൻ്റെ അറിഞ്ഞല്ലോ അവിടെ. ഈ വീട് ഇടിച്ചതിൻ്റെയൊക്കെ UP ഇലക്ഷൻ നമ്മൾ, അതായത് ഈ ബുൾഡോസർ രാഷ്ട്രീയം നമ്മൾ കണ്ടതാണല്ലോ. അതിൻ്റെ പ്രതിഫലനം യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ ഒവൈസിയൊക്കെ ഇറക്കി കളിച്ചിട്ട് പോലും, അതേപോലെ തന്നെ ഈ മായാവതിയെ ഇറക്കി കളിച്ചിട്ട് പോലും ഒന്നും നടന്നില്ലല്ലോ. അവിടെ കണ്ടതല്ലേ ഇന്ത്യ മുന്നണി അടിച്ചു കയറി വന്നത്. അത് ഇനിയും അവിടെ ആ ഇലക്ഷനിൽ പ്രതിഫലിക്കും, അതാണ് കാര്യം. അത് ഇവരെ അവസാനിപ്പിച്ചില്ലെങ്കിൽ. ഇത് മാത്രമല്ല, ഇത് BJPയുടെ, അതായത് പോലീസുള്ള ഏത് ഭാഗമാണെങ്കിലും അവിടെ എല്ലാം ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹരിയാനയിൽ ഇതുപോലെ സംഭവിച്ചു, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വീടുകൾ ഇടിച്ചു. രാജസ്ഥാനിൽ ഇടിച്ചു. ഡൽഹിയിൽ ആ കലാപത്തിനോടനുബന്ധിച്ച് ചെയ്തേക്കുന്ന പണി എന്ന് പറഞ്ഞാൽ കലാപത്തിന് ആഹ്വാനം നൽകി എന്നും പറഞ്ഞിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വീടുകൾ മുഴുവൻ ഇടിച്ചു. കയ്യേറിയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാനും പറയാനും ആരുമില്ല. അതുപോലെ ചെയ്യാം. കാരണം കലാപം നടത്തുന്നവന്മാർക്ക് അനുകൂലമായിട്ടാണ് ഈ ബാക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട്
ഇവര് കലാപത്തിന് ആഹ്വാനം നൽകിയെന്നാണ് ഈ വീട്ടിൽ താമസിച്ചുണ്ട്, അതുകൊണ്ട് ആ വീട് ഇടിക്കണം. ഈ കാഴ്ചപ്പാടെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി അത് വളരെ കാര്യമായിട്ട് അത് എടുത്തിട്ടുണ്ട്. അത് ജുഡീഷ്യറി മാത്രമേ ഉള്ളൂ ഒരു ആശ്രയം എന്നുള്ളത് വെളിവാക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ട ഈ ഈ ഇത് കണ്ടേക്കുന്നത്. അതോടൊപ്പം ഇവർ ഈ ഭരണമൊക്കെ കാണുന്നില്ല, ഇതൊക്കെ എവിടെയൊക്കെ എല്ലാം അശാന്തി പടർന്നുകൊണ്ടിരിക്കുകയല്ലേ. മണിപ്പൂരിൽ ഒന്ന് അമർന്നിരുന്നതാണ്, പക്ഷേ അത് വീണ്ടും ആളിക്കത്താൻ തുടങ്ങി. അതായത് ആ കനലുകൾ ജ്വലിച്ച് അത് തീജ്വാലയായിട്ട് മാറി തുടങ്ങി എന്ന് നമ്മൾ കാണുന്നു. ഇപ്പോൾ അവിടെ കലാപത്തിൽ 2 പേര് മരിച്ചു. അവിടെ ഇതുവരെയും അത് അമർച്ച ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്നും എന്നുള്ളതാണ്. ആ തീ അണയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കനലുകൾ അവശേഷിക്കുകയാണ്. അത് പല സ്ഥലങ്ങളിലേക്കും ഇതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കും. ഈ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.